വിത്ത് ഡിസൈൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനിത. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് സാരി കളക്ഷൻസ് ആണ്. അതും സെമി ബനാറസിൽ വരുന്നത്, നമുക്ക് പാർട്ടിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോസിൽ വരുന്നത്. നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. ഇന്നത്തെ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്യുവർ ബ്ലാക്ക് ഷെയ്ഡ് ആട്ടോ. പ്യുവർ ബ്ലാക്ക് ഷെയ്ഡില് നല്ല ഭംഗിയുള്ള ബനാറസി സാരിയാണ്, സെമി ബനാറസി സാരിയാണ് വരുന്നത്. ഇതേപോലെ നല്ല ഭംഗിയിൽ ബോഡിയിൽ ഒതുങ്ങി വളരെ സോഫ്റ്റ് ആയിട്ട് നമുക്കൊരു പാർട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന സ്റ്റഫാണ് വരുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് കണ്ട നല്ല ഭംഗിയുള്ള ആ ഒരു കോപ്പറിന്റെയും ആ ഒരു ബ്ലാക്ക് ഷെയ്ഡും കൂടി ബ്ലിങ്ക് അല്ല മാച്ച് ചെയ്ത് വരുന്ന വിധത്തിലുള്ള കോപ്പറിന്റെ ജെറിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ജെറിക്കത്ത് കണ്ടോ ചെറിയൊരു ബ്ലാക്ക് കളർ കൂടി അതിനകത്ത് മിക്സിംഗ് ആയി വരുന്നുണ്ട്. അതുകൊണ്ട് നല്ല കോമ്പിനേഷൻ ഷെയ്ഡിലാണ് വരുന്നത്. ഇത് കണ്ടോ രണ്ട് സൈഡിലും ഇതേപോലെ നല്ല ഭംഗിയുള്ളൊരു മാംഗോ ഡിസൈനിലാണ് അതിന്റെ രണ്ട് സൈഡിലും ബോർഡർ വരുന്നത്. മിഡിൽ ഭാഗത്തും അതേപോലെ തന്നെ വളരെ കുഞ്ഞു കുഞ്ഞു ബുട്ടാസാണ് ഫുൾ ത്രൂ ഔട്ട് ബോഡിയിൽ ഇതേപോലെ വരുന്നത്. അതേപോലെ തന്നെ ഇത് കണ്ടോ നമ്മുടെ മുന്താണിക്കകത്താണെങ്കിലും ഇതേപോലെ നല്ല രസമുള്ള ഹെവി ആയിട്ടുള്ള മുന്താണിയാണ് ഇതിനകത്ത് വരുന്നത്. നല്ല ഭംഗിയുള്ള ടാസിൽസ് വരുന്നുണ്ട്. ഇതിനകത്ത് ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് വെച്ചാൽ ബ്ലൗസ് പീസ് വരുന്നത് ഇതേപോലെ പ്ലെയിൻ ആണ്. പക്ഷെ സ്ലീവിന്റെ എൻഡിൽ ഇതേപോലെ നല്ല ഭംഗിയുള്ള നമ്മുടെ സെയിം വരുന്ന ബോഡിയിൽ വരുന്ന ബോർഡർ നമ്മുടെ സ്ലീവിന്റെ എൻഡ് ഭാഗത്തും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അതൊരു വർക്കൊന്നും ചെയ്യണ്ട. നമുക്ക് സ്ലീവിന്റെ എൻഡിൽ നല്ല ഹെവി ആയിട്ടുള്ള ബോർഡർ വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 3450 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. നമുക്കിതിന്റെ അടുത്ത ഷെയ്ഡിലേക്ക് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡാർക്ക് ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ കളർ ഷെയ്ഡാണ്. ഇതിനകത്ത് വരുന്ന പാറ്റേൺസ് എല്ലാം സെയിം തന്നെ, സെയിം ആ ഒരു മാംഗോ പാറ്റേൺ ആണ് ബോർഡർ ഭാഗത്ത്. അതും ആ ഒരു ബ്ലാക്ക് കോപ്പറിന്റെയും ആ ഒരു ചെറിയൊരു ഇതാണ് സിൽവറിന്റെ ജെറി മിക്സ് ചെയ്ത് വരുന്ന വിധത്തിൽ ഇതുണ്ട്. ഇതാണ് ഇതിന്റെ ബോർഡർ വരുന്നത്. അതേപോലെ തന്നെ മിഡിൽ ഭാഗത്തുണ്ട് ഫുള്ള് ത്രൂ ഔട്ട് ബോഡി ഇതേപോലെ ചെറിയ ചെറിയ ബുട്ടാസ് ഇതുപോലെ സ്പ്രെഡിങ് ആയിട്ട് വരുന്നുണ്ട്. രണ്ട് സൈഡ് വരുന്ന ബോർഡർ സെയിം തന്നെയാട്ടോ. അതേപോലെ തന്നെ മുന്താണി ഭാഗത്ത് നോക്കി നല്ല ഭംഗിയിൽ നല്ല ഫിനിഷിങ് വരുന്ന നല്ല സിൽവറിന്റെയും കോപ്പറിന്റെയും ചെറിയായിട്ട് മിക്സ് ചെയ്ത് വരുന്ന നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് ഇതിനകത്ത് എത്തിയിരിക്കുന്ന വർക്ക്. അതേപോലെ തന്നെ ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് വരുന്നത് ഇതേപോലെ പ്ലെയിൻ ആണ്. പക്ഷെ പറഞ്ഞ പോലെ അതിന്റെ സ്ലീവിന്റെ എൻഡിൽ നല്ല ഭംഗിയുള്ള ഇത് കണ്ടോ ഇതേപോലെ നല്ല ഭംഗിയുള്ള ഒരു ബോർഡറുമായിട്ടാണ് സ്ലീവ് വരുന്നത്. റേറ്റ് വരുന്നത് സെയിം തന്നെയാണ്, 3450 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. നമുക്ക് ഇതിന്റെ അടുത്ത ഷെയ്ഡിലേക്ക് പോകാം. നെക്സ്റ്റ് പറയുന്നത് നല്ല ഭംഗിയുള്ള നല്ലൊരു റെഡ് ഷെയ്ഡ് ആട്ടോ. നല്ലൊരു കളർ ടോൺ ആണ്. എപ്പോഴും നമുക്കൊരു എൻക്വയറീസ് വരുന്ന ഒരു ഷെയ്ഡാണ്, പ്രത്യേകിച്ച് ബനാറസിയിൽ വരുന്ന റെഡ് ഷെയ്ഡ്. ഇത് കണ്ട് ഇതിനകത്ത് ബോഡിയിലെ സെയിം പാറ്റേൺ തന്നെയാണ്. ത്രൂട്ട് ബോഡി ഫുള്ള് വരുന്ന ആ ഒരു സെയിം ഗോൾഡന്റെ പുട്ടാസ്, ഗോൾഡൻ അല്ല എക്സാക്ട് ഗോൾഡൻ അല്ല, ആ ഒരു കോപ്പർ ഷെയ്ഡ് തന്നെയാണ്. അതിനകത്ത് വരുന്ന പുട്ടാസ് പാറ്റേൺ ആണ് ബോഡിയിൽ. ഇതൊക്കെ ബോർഡർ ഭാഗത്തേക്ക് വരുമ്പോൾ ചെറിയൊരു പാറ്റേണിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇതിനകത്ത് വരുമ്പോൾ ഒരു ഫ്ലവറിന്റെ പാറ്റേൺ ആണ് ബോർഡർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. മുന്താണി ഭാഗത്തേക്ക് നല്ല ഭംഗിയുള്ള ആ ഒരു നല്ല സെയിം ആയിട്ട് വരുന്ന ആ മുട്ടാസിന്റെ കുറച്ചും കൂടി വലിപ്പത്തിലുള്ള പാറ്റേൺസ് ആണ് മുന്താണി ഭാഗത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ടാസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇതിനകത്ത് ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് വരുന്ന പ്ലെയിൻ ആണ്. പക്ഷേ സ്ലീവിന്റെ എൻഡില് അതേപോലെ തന്നെ നമ്മൾ ആദ്യമേ കണ്ടതുപോലെ തന്നെ വരുന്നത് കുറച്ചും കൂടി ഒരു വീതി കുറവാട്ടോ ഇതിന്റെ ബോർഡർ വരുമ്പോൾ. ഇത് കുട്ടിക്ക് വീതി കുറഞ്ഞാണ് ഇതിനകത്ത് സ്ലീവിന്റെ ബോർഡർ വരുന്നത്. റേറ്റ് വരുന്നത് സെയിം തന്നെയാണ്, 3450 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. നമുക്ക് ഇതിന്റെ അടുത്ത ഷെയ്ഡിലേക്ക് പോകാം. നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള നല്ലൊരു നേവി ബ്ലൂ കളർ ഷെയ്ഡ് ആട്ടോ. ഇതിനകത്ത് വരുന്നത് സെയിം നമ്മൾ ഏറ്റവും ആദ്യം കണ്ടതുപോലുള്ള സെയിം പാറ്റേൺ തന്നെയാണ്. ആ ബുട്ടാസ് വർക്ക് ബോർഡറിലേക്ക് വരുമ്പോൾ ആ മാംഗോ പാറ്റേൺ വിത്ത് ആ ഒരു ഫ്ലവേഴ്സ് ആണ് ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് ബോർഡർ ആയിട്ട് വരുന്നത്. ഫുൾ ബോഡി വരുന്ന ഈ ഒരു സെയിം പാറ്റേൺ തന്നെയാണ്. മുന്താണി ഭാഗത്ത് വരുമ്പോഴും ഇത് കണ്ട് ഇതേപോലെ കുറച്ചും കൂടി വലിയ വലുപ്പത്തിൽ വരുന്ന ഒരു ബുട്ടാസാണ്. നല്ല ഭംഗിയിലും നല്ല ഫിനിഷിങ്ങിലും മുന്താണിയിൽ കൊടുത്തിരിക്കുന്ന ടാസിൽസ് വരുന്നുണ്ട്. ബ്ലൗസ് പീസ് വരുന്ന പ്ലെയിൻ ആണ്. ബ്ലൗസ് പീസിന്റെ എറ്റിലും സെയിം ബോർഡറുമായിട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത്. റേറ്റ് വരുന്നത് സെയിം തന്നെയാണ്, 3450 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. നമുക്ക് ഇതിന്റെ അടുത്ത ഷെയ്ഡിലേക്ക് പോകാം. നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡാർക്ക് കോഫി ബ്രൗൺ കളർ ഷെയ്ഡാണ്. നല്ലൊരു കളർ ഷെയ്ഡ് തന്നെയാണ്, ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത്. ഇതിനകത്ത് വരുന്ന പാറ്റേൺസ് എല്ലാം സെയിം തന്നെ ഇതുണ്ട്. നല്ല ഭംഗിയുള്ള നല്ലൊരു കളർ ഷെയ്ഡ്. അതേപോലെ തന്നെ ബോർഡർ നോക്കി അതേപോലെ തന്നെ ഒരു മാംഗോ പാറ്റേൺ ആണ്. രണ്ട് സൈഡിലും ബോർഡർ ഹൈലൈറ്റ് ചെയ്ത് വരുന്നത്. ഇൻ ബിറ്റ്വീൻ മിഡിൽ ഭാഗത്ത് ഇതേപോലെ ചെറിയ ചെറിയ ബുട്ടാസ് വർക്ക്. ഇതിലേക്ക് മുന്താണി ഭാഗത്താണെങ്കിലും നല്ല ഭംഗിയുള്ള വർക്ക് പാറ്റേൺ ആണ് മുന്താണിയിലും കവർ ചെയ്യുന്നത്. നല്ല ഭംഗിയുള്ള ടാസൽസ് വരുന്നുണ്ട്. ഇതിനകത്തും ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസിനകത്ത് വരുന്നത് പ്ലെയിൻ തന്നെയാണ്. പക്ഷേ സ്ലീവിന്റെ എൻഡിൽ നല്ല ഭംഗിയുള്ളൊരു വർക്ക് പാറ്റേൺ വരുന്നുണ്ട്. ഇതാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത്. റേറ്റ് വരുന്നത് സെയിം തന്നെയാണ്, 3450 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ്. ഇന്നത്തെ നമ്മുടെ സെമി ബനാറസിൽ വരുന്ന സാരി കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു നിങ്ങൾ പ്രതീക്ഷിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് എന്നത്തെ പോലെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് ത്രൂ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. വിത്ത് ഡിസൈൻ്റെ പുതിയൊരു എപ്പിസോഡുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.